തടിച്ച ശരീരവും ചെറിയ ചിറകുകളുമുള്ള തേനീച്ചകൾക്ക് വ്യോമയാന നിയമപ്രകാരം പറക്കുവാൻ സാധിക്കുകയില്ലത്രേ. കാരണം അവയുടെ ഉയർന്ന ഭാരം താങ്ങുവാനുള്ള ശേഷി അവയുടെ ചെറിയ ചിറകുകൾക്ക് ഇല്ല. എന്നാൽ തടിച്ച ശരീരവും ചെറിയ ചിറകുകളുമായി നമുക്ക് ചുറ്റും തേനീച്ചകൾ പാറി നടക്കുന്നത് നാം കാണുന്നു. ആധുനിക ശാസ്ത്രത്തിന് അജ്ഞാതമായൊരു എഞ്ചിനീയറിംഗ് ആണ് അവയുടെ ചലന നിയമങ്ങളെ നിർണയിച്ചിരിക്കുന്നത്. വീടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നഗ്നനേത്രങ്ങൾക്ക് ഗോചരമായ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, പിന്നെ സൂര്യനും ചന്ദ്രനും ചേർന്നു വരുന്ന ദൃഷ്ടിഗോചരമായ സപ്തഗ്രഹങ്ങൾ ചാന്ദ്രപഥം, ക്രാന്തിവൃത്തത്തെ അഥവാ സൗരഭ്രമണപഥത്തെ മുറിക്കുന്ന രണ്ട് അദൃശ്യബിന്ദുക്കളായ രാഹുവും കേതുവും ചേർന്നാൽ നവഗ്രഹ സങ്കല്പമായി. സൂര്യൻ രാഹുവിലും ചന്ദ്രൻ കേതുവിലും വന്നാൽ ചന്ദ്രഗ്രഹണം ഉണ്ടാവുമെന്നും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് രാഹുവിലോ കേതുവിലോ വന്നാൽ സൂര്യഗ്രഹണം ഉണ്ടാവുമെന്നും അവർ കണ്ടെത്തി. സൂര്യൻ കിഴക്കുതിക്കുന്നതിനും ഏറെ മുമ്പ് ബ്രാഹ്മമുഹൂർത്തത്തിൽ പാൽക്കുളങ്ങര എസ് ഗണപതി പോറ്റി ഉണരും. തെക്കേത്തെരുവ് ദേവീക്ഷേത്രം മേൽശാന്തിയായിരുന്ന പോറ്റിക്കിത് വ്രതശുദ്ധിയുടെ അനുഷ്ഠാനമാണ്. പുലർച്ചെ ദേവനെ പള്ളിയുണർത്തി കവടി കയ്യിലെടുക്കുന്ന ഗണപതി പോറ്റിയുടെ പ്രവചനങ്ങൾ 100% ഫലസിദ്ധി ഉറപ്പുവരുത്തുന്നതും ഈ വ്രതശുദ്ധി കൊണ്ടാണ്. പരമ്പരാഗതമായി ക്ഷേത്രപൂജാരിമാരാണ് പോറ്റിയുടെ കുടുംബം. പക്ഷേ പാൽക്കുളങ്ങര ഗണപതി പോറ്റി പ്രസിദ്ധനായത് പ്രശ്നഫല ചിന്തനയിലാണ്. 10ാം വയസ്സിൽ തന്നെ പൂജകളും ഹോമങ്ങളും ഹൃദിസ്ഥമാക്കിയ ഗണപതി പോറ്റി നന്നേ ചെറുപ്പം തൊട്ടു തന്നെ ജ്യോതിഷ വിഷയങ്ങളിൽ അഗ്രഗണ്യനായിരുന്നു. പോറ്റിയുടെ കണക്കുകളും കവടികളും ഫലസിദ്ധി ഉറപ്പുവരുത്തിയതോടെ നാടിന്റെ നാനാഭാഗത്തു നിന്നും ജനസഞ്ചയം പാൽക്കുളങ്ങരയിലെ പോറ്റിയുടെ വീട്ടിലേക്ക് പ്രവഹിക്കാൻ ആരംഭിച്ചു. ജ്യോതിഷ പ്രശ്നം, മുഹൂർത്തം, ദേവപ്രശ്നം, ജാതകം എന്നിവ കൈകാര്യം ചെയ്യുന്ന പോറ്റിയെ തേടി ദിവസവും 100 കണക്കിന് ഭക്തരാണ് എത്തുന്നത്. പൂജകളും ഹോമങ്ങളും ഭക്തരുടെ വീടുകളിലെത്തി ചെയ്തു കൊടുക്കാനും പോറ്റി സന്നദ്ധനാണ്. ദേവീകടാക്ഷം വേണ്ടുവോളം ലഭിച്ച പോറ്റിയുടെ പ്രവചനങ്ങൾ ഇതുവരെ പിഴച്ചിട്ടില്ല. പയ്യന്നൂർ ദേശം കരിവള്ളൂരിലെ ശങ്കരമംഗലം ഇല്ലത്തെ സരസ്വതി അന്തർജനമാണ് ഗണപതി പോറ്റിയുടെ സഹധർമ്മിണി. ഏകമകൻ ജയദർശൻ വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഭാര്യ സഹോദരനായ പുരുഷോത്തമൻ നമ്പൂതിരി പോറ്റിയുടെ സന്തത സഹചാരിയും പരികർമ്മിയുമാണ്. തിരുവനന്തപുരം പാൽക്കുളങ്ങരയിലെ ഈ വീട്ടിൽ ഗണപതി പോറ്റിയുണ്ട്. മായാത്ത മന്ദഹാസവുമായി 10,000ങ്ങൾക്ക് ഫലസിദ്ധി ഉറപ്പു നൽകിയ ദേവീകടാക്ഷമുള്ള കവടികളുമായി തന്നെ സമീപിക്കുന്ന ഏതൊരാൾക്കും 100% അഭീഷ്ടസിദ്ധി ഉറപ്പുവരുത്തുമെന്ന പ്രതിജ്ഞയുമായി. നമസ്കാരം. വീടിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി പ്രമുഖ ജ്യോതിഷ പണ്ഡിതനും തെക്കേത്തെരുവ് ദേവീക്ഷേത്ര മേൽശാന്തിയുമായിരുന്ന ശ്രീ പാൽക്കുളങ്ങര എസ് ഗണപതി പോറ്റിയാണ്. ഇതിനകം തന്നെ നിരവധി ടെലിവിഷൻ ചർച്ചകളിലൂടെ അദ്ദേഹം നമുക്ക് സുപരിചിതനാണ്. സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക്. നമസ്കാരം സർ. നമസ്കാരം സർ. എന്താണ് ജ്യോതിഷം? ഇത് മനുഷ്യരെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കടലാണ്. മനുഷ്യനെ മാത്രമല്ല, പ്രപഞ്ചത്തെ മൊത്തമായിട്ട് സ്വാധീനിക്കാൻ തക്കവണ്ണമുള്ളൊരു വലിയ ശാസ്ത്രമാണത്. അത് ഈ പ്രപഞ്ചോൽപത്തി മുതൽ ഈ ജ്യോതിഷത്തിനും പ്രാധാന്യമുണ്ടെന്നുള്ളത്. വൈദ്യം, ജ്യോതിഷം, ഇങ്ങനെ പല ശാസ്ത്രങ്ങളിലും ഒന്നാണ് ഈ ജ്യോതിഷം. പ്രത്യേകിച്ച് ഇന്ത്യയിൽ സാംസ്കാരികപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ജനങ്ങൾ തൽപരരാണ്. അതിൽ പ്രധാനമായിട്ടും ജനങ്ങൾ തൽപരരാകാനുള്ള കാര്യം ഈ ജ്യോതിഷമെന്ന് പറയുന്നത് ഹോപ്പ്, പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്ക് പലയിടത്തും കുറഞ്ഞു വരികയാണ്. പക്ഷേ ജ്യോതിഷത്തിൽ കൂടി എല്ലാ കാര്യത്തിനും ഒരു ഹോപ്പ് ഉണ്ടാവും എന്നുള്ളതാണ്. മനുഷ്യൻ്റെ നാളെ എന്നുള്ള ഒരു ചിന്തയെ അടിസ്ഥാനമാക്കി നമ്മൾ പോകുമ്പോൾ നമ്മളെല്ലാം ഒരു ഹോപ്പിൻ്റെ പുറത്താണ് പോകുന്നത്. ഇപ്പം ജ്യോതിഷത്തിന് ആ പോകുന്ന വഴിയിൽ ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് നല്ലൊരു വെളിച്ചം തരാൻ, നമുക്ക് ലക്ഷ്യത്തിലെത്താനുള്ള ഒരു പ്രത്യേക ശാസ്ത്ര വിധി തന്നെയുണ്ട് എല്ലാ കാര്യത്തിലും. അതൊരു വെളിച്ചം നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ പ്രവൃത്തിയുടെയും നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ എല്ലാ കാര്യത്തിൻ്റെയും ഒരു വെളിച്ചമെന്ന് വേണമെങ്കിൽ പറയാം ജ്യോതിഷം. എന്താണ് പൊരുത്തം?
പൊരുത്തമെന്ന് പറയുമ്പോൾ എന്ത് പൊരുത്തമാണ് അറിയേണ്ടത്? അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഈ പൊരുത്തമെന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ സാധാരണഗതിയിൽ ഓടി വരുന്നത് എന്താ? വിവാഹപ്പൊരുത്തം. പക്ഷേ അത് മാത്രമല്ലല്ലോ പൊരുത്തം. ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യവും പൊരുത്തം ആവശ്യമാണ്. താമസിക്കുന്ന വീടുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം, ഭാര്യയായിട്ട് പൊരുത്തപ്പെട്ടു പോകണം, കുട്ടികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം, ടീച്ചറുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം. അങ്ങനെ ജീവിതത്തിൽ എന്തിന് സഞ്ചരിക്കുന്ന വാഹനമായിട്ട് തന്നെ ഒന്ന് പൊരുത്തപ്പെട്ട് പോയില്ലെങ്കിൽ നമുക്കൊരു വല്ലാത്ത ഇറിറ്റേഷനാണ്, ഇല്ലയോ? അപ്പോൾ അത് നോക്കുമ്പോൾ പൊരുത്തമെന്ന് പറയണത് നമ്മളുടെ ജീവിതമായിട്ട്, ദൈനംദിന ജീവിതമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ വിവാഹപ്പൊരുത്തം എന്നുള്ളത് ഒന്ന് എടുത്തു പറയാം. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിൻ്റാണ്, ഇല്ലയോ നമ്മുടെ ജീവിതത്തിൽ? അപ്പോൾ ടേണിംഗ് പോയിൻറ്റുകൾ പലതുമുണ്ട്. അമ്മ എന്ന് വിളിക്കുന്നത് മുതൽ പഠിത്തം തുടങ്ങുന്നത്, വിദ്യാരംഭം, അത് കഴിഞ്ഞ് ഒരു പ്രത്യേക വിഷയത്തിൽ നല്ല മാർക്കോടുകൂടി വിജയിക്കുമ്പോൾ ഉണ്ടാകുന്നത്, ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്ന കാര്യത്തിൽ നമ്മൾ പാല് കാച്ചുന്ന മുഹൂർത്തം, ഇങ്ങനെ പല ടേണിംഗ് പോയിൻറ്റും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു കുഞ്ഞ് പിറക്കുന്നത്. അപ്പോൾ ഇവിടെ പൊരുത്തത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് വിവാഹ പൊരുത്തത്തിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട് അത് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബം, സാഹചര്യം, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ വീട്, നമ്മുടെ യോഗ്യത, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സ്വഭാവം, നമ്മുടെ വീട്ടുകാർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് യോജിച്ച് പോകുന്ന നല്ലൊരു ഭാവി നമ്മുടെ ലൈഫ് പാർട്ട്ണറെ, അല്ലെങ്കിൽ ഭർത്താവിനെ ആയിരുന്നാലും, നാളെ വരുന്ന ഭർത്താവിനെ ആയിരുന്നാലും, നാളെ വരുന്ന ഭാര്യയായിട്ടായിരുന്നാലും നമ്മൾ കാംക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് കുറച്ചൊക്കെ കാര്യങ്ങൾ ഒരു മുൻവിധിയോടുകൂടി കണ്ടെത്താൻ ഈ പറഞ്ഞ ജ്യോതിശാസ്ത്രത്തിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പൊരുത്തത്തിൻ്റെ വിഭാഗത്തിൽ അതിന് ഒത്തിരി സാധ്യതയുണ്ട്. അപ്പം അതിൽ നോക്കുമ്പോൾ മനപ്പൊരുത്തം, സാമ്പത്തിക കാര്യത്തിൽ, ആയുസ്സിൻ്റെ കാര്യത്തിൽ, സ്നേഹം, വിശ്വാസം, ആത്മാർത്ഥത, അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു പൊരുത്ത ശോധനയിൽ ഒരു 65% നമുക്ക് അനുകൂലമായിട്ട് വരണമെങ്കിൽ പ്രൊസീഡ് ചെയ്യും. 100% 100% പൊരുത്തം വന്ന ഒരു കാര്യവും ലൈഫിലില്ല, പ്രപഞ്ചത്തിലുണ്ടായില്ല, ശിവ പാർവതിമാർക്ക് പോലും. പക്ഷെ മനുഷ്യനെ സമയത്തോളം നോക്കുമ്പോൾ ജ്യോതിശാസ്ത്രത്തിന് വിവാഹ പൊരുത്തത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? വിശ്വാസം ഉള്ളവർക്ക് വേണ്ടിയിട്ട്. മറ്റ് ചില വിശ്വാസം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ പൊരുത്തം നോക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട്. മുഹൂർത്തവും പൊരുത്തവും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പൊരുത്തം ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് ആവശ്യം. അപ്പോൾ അത് വിശ്വാസമുള്ളവരെ ബേസ് ചെയ്തിട്ട് പൊരുത്തത്തിന് അതിൻ്റെ പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് ഒരു സത്യം. സർ, അതുപോലെ ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിധി നിശ്ചയിക്കുന്നെങ്കിൽ ഒരേ സമയത്ത് ജനിക്കുന്ന ആൾക്കാർക്ക് ഒരേ ജാതകമായിരിക്കും? ഒരേ സമയത്ത് ജനിക്കുന്ന ആൾക്കാർക്ക് ഒരേ ജാതകമാകില്ല, വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരേ സമയത്ത് ജനിക്കുന്ന ഒരേ സമയത്ത് ഞാൻ ജനിക്കുന്ന സമയത്ത് ജനിച്ച ഒരു പശു അല്ലെങ്കിൽ പട്ടി, രണ്ടിൻ്റെ ഫലം ഒന്നാവണമല്ലോ. പക്ഷേ രണ്ടിൻ്റെയും ജന്മ ഉദ്ദേശം വേറെയല്ലേ. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ധർമ്മമുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് ജനിക്കുന്ന മനുഷ്യരായിരുന്നാലും ശരി തന്നെ ജാതകബലം പിതൃക്കളെ, അച്ഛനമ്മമാരെ, ഗുരുക്കന്മാരെ, ആചാര ഉപചാര രീതിയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫലമായിരിക്കും ഗ്രഹസ്ഥിതി തരുന്നത്. അതിപ്പോൾ നമ്മൾ രണ്ട് വ്യക്തികൾ ഒരേ സമയത്ത് ജനിക്കുകയാണെങ്കിൽ തന്നെയും ഫലപ്രാപ്തിയിൽ വ്യത്യാസം ഉണ്ടാവും, വളരെയധികം വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ അംശകവും ഛിദ്രവും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഫലപ്രാപ്തിയിൽ വളരെ വ്യത്യാസം ഉണ്ടാവും. ജാതകം ഒരു 100% അടിസ്ഥാന പ്രമാണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഞാനാണ് പറയുന്നത്, എൻ്റെ അറിവും പരിമിതിയും വെച്ചിട്ട് അതൊരു വഴികാട്ടി. ജാതകത്തിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അച്ഛനമ്മമാർക്ക് നമുക്ക് ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു വെളിച്ചമെന്ന് തന്നെ പറയാം. ജാതകം ഒരു അടിസ്ഥാന പ്രമാണം, ഒരു തത്വം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെ വിശ്വസിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രാർത്ഥനയും സമർപ്പണവും അതനുസരിച്ച് വേണം. ഇപ്പോൾ ജാതകത്തിൽ ചിലപ്പോൾ സമയദോഷം ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ശിവനോ വിഷ്ണുവിനോ ഭഗവതിക്കോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മളോ ഭഗവതിക്കോ അതിൻ്റെയുള്ള രീതി ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാവും.
അപ്പം ജാതകം എഴുതി വെച്ചാൽ അപ്പടി കാര്യങ്ങൾ നടക്കണമെന്നില്ല. അതിൻ്റേതായിട്ടുള്ള ചില പ്രവൃത്തി ഫലവും കൂടി നമ്മളിൽ നിന്ന് ഉണ്ടാകണം. താൻ പാതി ദൈവം പാതി. സർ, അതുപോലെ നമ്മളിൽ പലരും ശകുനത്തെ വിശ്വസിക്കുന്നവരാണ്. ഈ ശകുനം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഈ ശകുനം ശുഭശകുനം ദോഷശകുനം നോക്കും. ഈ ശുഭശകുനം ഇപ്പോൾ ചൂല് കൊണ്ടുവരുന്നത് നല്ല ലക്ഷണമല്ല. അതേസമയം മരിച്ച പ്രേതം വരുന്നത് നല്ല ലക്ഷണം. എന്താ അതിൻ്റെ അർത്ഥം? ചൂല് എന്ന് പറയുന്നത് വൃത്തിയാക്കുന്ന വസ്തുവല്ലേ. പക്ഷെ ചൂല് എന്ന് പറയുന്നത് മൂദേവി വാസമുള്ള ഒരു സ്ഥാനമാണ്. മൂദേവി ശ്രീദേവി എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയും. അപ്പോൾ ആ ചൂല് എന്ന് പറയുന്നതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. അതേസമയം മരിച്ച ഒരു ഡെഡ് ബോഡി എന്ന് പറഞ്ഞാൽ പൂർണ്ണത അവിടെ കാണുന്നത് 100% പൂർണ്ണതയാണ്. അത് വരുമ്പോഴത്തേക്ക് ആ ആത്മാവിന് പൂർണ്ണ ശാന്തിക്കുള്ള അടുത്ത പ്രയാണത്തിലേക്കുള്ള യാത്രയുടെ പരിമംഗളം അത് വരുന്നത് വളരെ ശുഭമെന്നുള്ളതാണ് സങ്കല്പം. അങ്ങനെ ഈ ലക്ഷണങ്ങൾ, ശുഭലക്ഷണങ്ങൾ, ദോഷലക്ഷണങ്ങൾ ഒരു പരിധിവരെ ഇറങ്ങുന്ന സമയത്തിനെയും കൂടെ ബേസ് ചെയ്തിരിക്കും. കാലഹോര, ആദിത്യഹോര, വ്യാഴൻ്റെ ഹോര, ചൊവ്വയുടെ ഹോര, ഈ സമയത്ത് ഇറങ്ങുന്ന ചില കാര്യങ്ങൾക്ക് ലക്ഷണങ്ങൾ ദോഷമാണെങ്കിൽ പാപഫലം ഇരട്ടിക്കും. അതേസമയം നല്ല കാലഹോര സമയത്ത് തിരിച്ചിട്ടുണ്ടെങ്കിൽ അശുഭ ലക്ഷണമാണെങ്കിൽ തന്നെയും ദൈവാധീനം നമുക്ക് തുണയായിട്ട് നിൽക്കും. കണ്ണി കൊള്ളേണ്ടത് പുരികത്തിൽ കൊണ്ടു. സർ, അതുപോലെ തന്നെ ഇപ്പോൾ ജാതകത്തിൽ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സർ തുറന്നു പറയാറുണ്ടോ? വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ഈ ഒരു ജ്യോതിഷൻ്റെ അടുത്ത് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എപ്പോഴാണ് വരുന്നത്? പ്രശ്നങ്ങളുണ്ട്. സന്തോഷമായിട്ടിരിക്കുമ്പോൾ വരൂ? ഇല്ല. അമ്പലത്തിൽ പോകുന്നത് സന്തോഷമുള്ള സമയത്തോ സങ്കടമുള്ള സമയത്തോ? തീർച്ചയായിട്ടും സങ്കടമുള്ളപ്പോൾ. പക്ഷെ സന്തോഷമുള്ള സമയത്ത് നമ്മൾ പോകാറില്ലേ? പോകാറുണ്ട്. എൻ്റെ മകളുടെ വിവാഹം ഉറച്ചു, സന്തോഷമാണ്. പ്രാർത്ഥനയോടുകൂടി അവിടെ നേർച്ച കൊടുക്കണം, അത് സന്തോഷത്തോടുകൂടി പോകുന്നതല്ലേ. പക്ഷെ അമ്പലത്തിൽ നമ്മൾ ഒരേ കാര്യം ഒരേ സ്ഥലത്ത് ഒരേ രീതിയിൽ തന്നെ നമ്മൾ ദിവസവും നമ്മൾ പോകുന്നു. അമ്പലത്തിലായിരുന്നാലും പള്ളിയിലായിരുന്നാലും അവിടെ കാണുന്നതും ചെയ്യുന്നതും ഒരേ കാര്യങ്ങൾ തന്നെ. നാം ജപിക്കുന്നതായിരുന്നാലും പ്രാർത്ഥിക്കുന്നതായിരുന്നാലും ശരി തന്നെ, നിസ്കരിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി. പക്ഷേ അവിടെ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? അത് നമ്മളെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ്. അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ സമർപ്പണം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിലുള്ള നെഗറ്റീവ് എനർജി നമുക്ക് മാറിക്കിട്ടും. നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥനയോ സമർപ്പണമോ നിസ്കാരമോ നമ്മൾ കൃത്യമായിട്ടും ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഫലം നമുക്ക് കിട്ടും, പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ് എൻ്റെ അടുത്ത് ചോദിച്ചത്? ജാതകത്തിൽ നോക്കുകയാണെങ്കിൽ ചിലർ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പോയി വരുന്ന കാര്യം, ഇപ്പം ജ്യോതിഷൻ്റെ അടുത്ത് വരുന്ന കാര്യം, അവരെൻ്റെ മകളുടെ കല്യാണം നടക്കുമോ, എൻ്റെ വീട് പണി എപ്പം നടക്കും, ഇന്ന അസുഖമാണ്. അപ്പോൾ ഒരു കാര്യത്തിന് സ്വയം ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് 100% ആൾക്കാരും വരുന്നത്. അപ്പോൾ അതിന് ജാതകമോ നിമിത്തമോ പ്രശ്നമോ നോക്കിയിട്ട് അതിനുള്ള കാര്യം പോസിറ്റീവായിട്ട് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ അതൊന്ന് പൊതിഞ്ഞ് പോസിറ്റീവായിട്ട് പറഞ്ഞ് അവരെ സമാശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ജ്യോതിഷൻ്റെ ഉത്തരവാദിത്വം. അവരെ കുറച്ചുകൂടെ തീ കോരിയിടുക എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ സർ? അതുപോലെ തന്നെ ഇപ്പോൾ മിക്ക ജ്യോതിഷരും അല്ലെങ്കിൽ മിക്ക പൂജാവിധികളും ചിലവേറിയതാണ്, അതാണ് പറഞ്ഞു കൊടുക്കുന്നതും. അപ്പോൾ താങ്കൾ എന്താ പറഞ്ഞു കൊടുക്കാറ്? പൂജകൾ അല്ലെങ്കിൽ സമർപ്പണങ്ങൾ അല്ലെങ്കിൽ യജ്ഞങ്ങൾ ചെലവ് എന്ന് പറയണത് ഏതിനടിസ്ഥാനാക്കിയാണ്? സാമ്പത്തികം. ഈ പൂജകൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും മാത്രമാണോ? അല്ല, മുമ്പും ഉണ്ടായിരുന്നു. പുരാണങ്ങളിലും പൂജകളുണ്ട്. അന്ന് സാമ്പത്തികമാണോ കൊടുത്തിരുന്നത്, സ്വർണ്ണമാണോ കൊടുത്തിരുന്നത്? സ്വർണം. അപ്പോൾ അന്നും ചിലവുണ്ട്, ഇന്നും ചിലവുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്കതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ കിട്ടണമെങ്കിൽ അർഹമായിട്ടുള്ള ദക്ഷിണ അല്ലെങ്കിൽ എക്സ്പെൻസ് ഉണ്ടാകണം, വേണ്ടേ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്കിപ്പോൾ ഒരു പുഷ്പാഞ്ജലി നമ്മൾ റെസിപ്റ്റ് എഴുതിയിട്ടിട്ട് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ അത് നടന്നോളും. അതൊരു
നേർച്ച അല്ലെങ്കിൽ ഡ്യൂട്ടി. അതേസമയം ഒരു പുഷ്പാഞ്ജലിക്ക് റെസീറ്റ് എഴുതിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയും പുഷ്പാഞ്ജലി അവിടെ ചെയ്യുകയും അതിൻ്റെ പ്രസാദം നമ്മൾ നേരിട്ട് വാങ്ങുകയും ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഇവിടെ എക്സ്പെൻസ് വന്നിരിക്കുന്നത് ആർക്കാ? സമയവും സാമ്പത്തികവും എല്ലാം നമ്മുടെ സമർപ്പണം, അതിനാണൊരു പൂർണ്ണത. അപ്പോൾ ഇവിടെ പല പൂജകൾക്കും എക്സ്പെൻസ് എന്ന് പറയുന്നത് പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. അത് അവരവരുടെ മനസ്സിൻ്റെ വിശ്വാസത്തെയും സമർപ്പണത്തെയും ആശ്രയിച്ചിട്ടിരിക്കും. അപ്പോൾ വലിയൊരു കാര്യം നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ, വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ദോഷ പരിഹാരങ്ങൾ ചെയ്യാൻ ഒത്തിരി എക്സ്പെൻസ് ഉണ്ടെന്നുള്ളത് സത്യമാണ്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ആ എക്സ്പെൻസ് വരും. അങ്ങനെ ഒരു പെയിൻ ഉണ്ടെങ്കിലേ അതിനുള്ള ഫലമുള്ളൂ. സർ, ഞാൻ ചോദിക്കുന്നത് അത് ഒഴിവാക്കി പ്രാർത്ഥന കൊണ്ട് മാത്രം മാറില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫലിക്കും. അമ്പലത്തിലും പള്ളിയിലും ഒന്നും പോണ്ട, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി. 4 തലങ്ങളുണ്ട് നമ്മളുടെ ഉപാസനയ്ക്ക്. ആദ്യം പ്രാർത്ഥന, പ്രാർത്ഥിക്കുക, അതിന് ചിലവുണ്ടോ? ഇല്ല. രണ്ടാമത് സമർപ്പണം. നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന സമർപ്പണമാണ് യഥാർത്ഥ സമർപ്പണം. നമുക്കിപ്പോൾ മൂല്യമായിട്ട് തോന്നുന്നത് നമ്മുടെ സാമ്പത്തികമാണ്, നമ്മളെ ഇന്ത്യൻ മണി രൂപ എന്ന് പറയും. അത് നമ്മൾ വേണ്ടപ്പെട്ട കാര്യത്തിന് മാറ്റി വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ അത് സമർപ്പണമാകും. പ്രാർത്ഥനയും സമർപ്പണവും രണ്ടാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ സമർപ്പണത്തിൻ്റെ അടുത്ത പടിയാണ് ഉപാസന എന്ന് പറയും. ഉപാസന എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ സാമ്പത്തികമൊന്നുമില്ല, തന മന ധനം സമർപ്പണം. മനസ്സ്, ധനം, സമയം, ശരീരം, ഇതെല്ലാം അതതിൻ്റെ അടുത്ത സ്റ്റെപ്പ്. ഇത് 3 കഴിഞ്ഞാൽ 4ാമത്തെ സ്റ്റെപ്പാണ് തപസ്സെന്ന് പറയുന്നത്. തപസ്. അവിടെ ജലവും വേണ്ട, ഭക്ഷണവും വേണ്ട, സമയവും വേണ്ട, ഒന്നും വേണ്ട. മഞ്ഞായിരുന്നാലും വെയിലായിരുന്നാലും തപസ്. അതും ഒരു ലക്ഷ്യത്തിലേക്കുള്ള, അത് ലക്ഷ്യം സത്യം കണ്ടെത്താനുള്ള. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥനയോ ഉപാസനയോ സമർപ്പണമോ എന്ത് കാര്യത്തിനായിരുന്നാലും അവിടെ തപസ്സിൻ്റെ അവിടെ നമുക്ക് ഒരു വ്യക്തി കൊടുക്കുന്നത് അയാളുടെ ജീവിതം തന്നെ ഹോമിക്കുകയാണ് അയാളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ. അയാൾ ദൈവത്തെ കാണുന്നതിന് വേണ്ടിയിട്ടോ സത്യത്തെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തപസ്. അവിടെ ഒരു ചിലവുമില്ല. യഥാർത്ഥത്തിൽ ഇതൊരു മായയല്ലേ? ശരിയാണ്. പണ്ട് ചക്രം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ എന്തിനാ ഉദ്ദേശിച്ച? ചക്രം പൈസ ഉദ്ദേശിച്ചാണ്. അത് കയ്യിലിരുന്നാൽ അത് ഗുണപ്പെടുമോ നശിക്കുമോ? കയ്യിലിരുന്നാൽ നശിച്ചു പോവല്ലേ ഉള്ളൂ. അത് ശോഷിച്ചു പോകും. ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കണം. അതിനൊരു ഉപാസനയും കൂടെ ആയിട്ട് ഈ സമർപ്പണത്തെ കണ്ടാൽ വളരെ നല്ലത്. അത് 4 ഇരട്ടിയായിട്ട് തിരിച്ച് ആ ചക്രം നമ്മുടെ കയ്യിൽ കറങ്ങി തിരിച്ചെത്തും വരും. സർ, ദിവസേന സാറിനെ അന്വേഷിച്ച് നിരവധി ആളുകൾ വരുന്നുണ്ടല്ലോ, അവർ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. പ്രധാന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ വരുന്ന ഒരു ദിവസം ഒരു 15 പേര് വരുമെങ്കിൽ 15 പേർക്കും 15 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതിൽ ചിലർ പഠിത്തം ശരിയായിട്ടില്ല, എൻ്റെ പഠിത്തം നല്ല രീതിയിൽ ഞാൻ പഠിച്ചിട്ട് അതിൻ്റെ റിസൾട്ടില്ല. പിന്നെ ചിലർ തൊഴിൽ സംബന്ധമായിട്ടുള്ള സ്ഥലത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഫ്രസ്ട്രേഷൻ, ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ, അവിടുന്ന് ഉദ്ദേശിക്കുന്ന ട്രാൻസ്ഫർ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ തടഞ്ഞു വച്ചിരിക്കുന്നു, അത് ശരിയായിട്ടുള്ള രീതിയിൽ കിട്ടുന്നില്ല, വാസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് നടക്കുന്നില്ല, ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, എൻ്റെ മകൾക്ക് ഒരുപാട് ആലോചനകൾ വരുന്നു, ഒന്നും ഒത്ത് നടക്കുന്നില്ല, ഏജ് ഓവറായി വരുന്നു, പിന്നെ ഒത്തിരി ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു ഒന്നും, പിന്നെ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കളഞ്ഞിട്ട് വരണോ വേണ്ടേ എന്നുള്ള അവസ്ഥ, ഇപ്പം നാട്ടിൽ വന്നാൽ എന്താ, അവിടെ പിടിച്ചു നിൽക്കാൻ എന്താ മാർഗം, വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അവിടെ ചെന്നാൽ മെച്ചപ്പെടുമോ, പിന്നെ വസ്തുവിൻ്റെ ഇടപാട്, ഗൃഹനിർമ്മാണം, ഇങ്ങനെ അനവധി പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ആയിട്ട് വരുമ്പോഴത്തേക്ക് ചിലർക്ക് പ്രശ്നം നോക്കണമെന്നില്ല, ജാതകബലമനുസരിച്ച് പറഞ്ഞാൽ മതി. ചിലർക്ക് രാശി വെച്ച് നോക്കണം. അപ്പോൾ രാശി വെച്ച് നോക്കുന്നത് കേരളത്തിൻ്റെ ആചാരപ്രകാരമുള്ള ഒരു രീതിയാണ്. ഇപ്പോൾ വേൾഡിൽ എല്ലായിടത്തും ജ്യോതിഷമുണ്ട്. ചൈനീസിലുണ്ട്, ഫ്രഞ്ചിലുണ്ട്, US-ലുണ്ട്. അതൊക്കെ ഓരോന്നിനെ ബേസ് ചെയ്തിട്ടുള്ള
ബേസ് എന്ന് അടിസ്ഥാനം ഏത് തരത്തിലായിരുന്നാലും ജ്യോതിഷം ഉണ്ട്, ജ്യോതിശാസ്ത്രം എല്ലായിടത്തും ഉണ്ട്. അപ്പം ഇവിടെ കുറച്ച് ലളിതമാണ്. കേരളത്തിലെ ജ്യോതിഷം ഈ രാശി വെച്ച് കവടി നിരത്തി ജ്യോതിഷം പണ്ടേ ഒരു കുറച്ചുകൂടെ എന്തോ പറഞ്ഞാലേ ലളിതമാണ്, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, സാധാരണക്കാർക്കായിരുന്നാലും ഏത് തരത്തിലായിരുന്നാലും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സാറേ, ഇപ്പോൾ പറഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം ജ്യോതിഷ സംബന്ധമായി തന്നെ ഉള്ള പ്രശ്നങ്ങളാണോ? അതായത് ഈ എക്സാമിന് റിസൾട്ട് പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ല എന്ന് പറയുന്നതും ജോലി കിട്ടിയില്ല എന്ന് പറയുന്നതും ഒക്കെ? ഒരിക്കലല്ല. പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എന്നൊക്കെ പറയുന്ന മനുഷ്യൻ്റെ ജീവിത രീതിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട് അതിനെ തിരിക്കുമ്പോൾ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കും. അപ്പം ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതിന് ഇന്ന ഫലം. വർത്തമാനകാലത്തിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്, പക്ഷേ ഇന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഭാവി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ ഭൂതം, വർത്തമാനം, ഭാവി. അപ്പോൾ ഈ ഒരാൾക്ക് ഇപ്പോൾ നിങ്ങൾ തന്നെ നല്ല പോലെ പഠിച്ചു, എക്സാം എഴുതി, പക്ഷേ റിസൾട്ട് കുറഞ്ഞു. റിസൾട്ട് കുറഞ്ഞത് പഠിച്ചതിൻ്റെ കുറവാണെന്നുകൊണ്ടോ എഴുതിയതിൻ്റെ കുറവുണ്ടോ? ഒന്നല്ല. നിങ്ങൾ പഠിച്ച ചോദ്യങ്ങളുടെ റിസൾട്ട് അവിടെ ചോദിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാരുടെ കുറ്റം? നിങ്ങൾ പഠിച്ചു, പക്ഷെ എല്ലാം പഠിച്ചില്ല. അപ്പം അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചതും നമ്മൾ പഠിച്ചതും രണ്ടും രണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ റീവാല്യൂഷന് കൊടുക്കണോ വേണ്ടേന്ന് തോന്നും. അപ്പോൾ റീവാല്യൂഷന് കൊടുത്താൽ ഇപ്പോൾ ബ്രിമ്മിൽ നിൽക്കുന്ന സംഗതിയാണ് റീവാല്യൂഷന് കൊടുത്താൽ നമുക്ക് കിട്ടുമെന്ന് പറയാം. കുറച്ചുകൂടെ യുക്തിയും കൂടെ വേണം ജ്യോതിഷത്തിന്. അല്ലാതെ നല്ല ഡിഫറൻ്റായിട്ട് നിൽക്കുന്ന ആളിന് ഒരു റിവാല്യൂഷന് പോയി കഴിഞ്ഞാൽ ജയിക്കുമെന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രതീക്ഷയും കാര്യങ്ങളുമായിട്ട് വരുന്നു. എല്ലാം നമ്മൾ ചെയ്തതിൻ്റെ പ്രവൃത്തിയുടെ ഫലം തന്നെയാണ്. പക്ഷേ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നല്ലതായിരിക്കണം. അപ്പോൾ ഈ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിരിക്കണമെങ്കിൽ അതിന് ആചാര ഉപചാര സമർപ്പണങ്ങൾ, നമുക്ക് മാതൃകയായിട്ടുള്ള നമ്മുടെ അച്ഛൻ, അമ്മ, ഗുരു അവിടെ എവിടെയെങ്കിലുമൊക്കെ സബ്മിറ്റഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പേ, എന്നാലേ ആ പ്രവൃത്തി നന്നാവുള്ളൂ. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നാൽ നമ്മുടെ എല്ലാ കാര്യത്തെയും അത് ബാധിച്ചുകൊണ്ടേയിരിക്കും. സാമ്പത്തികം, തൊഴിൽ, പ്രവൃത്തി, ഹെൽത്ത് എല്ലാം ബാധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ ഒരു സത്യം. ഇതിനെല്ലാം ജ്യോതിഷത്തിൽ പരിഹാരമുണ്ട്, പക്ഷെ ജ്യോതിഷം കൊണ്ടുള്ള ദോഷമല്ല ഇത്. ഇപ്പോൾ ചോദ്യം എന്തായിരുന്നു? ജ്യോതിഷം കൊണ്ടുള്ള, അതായത് ഈ പ്രശ്നങ്ങളെല്ലാം ജ്യോതിഷ സംബന്ധമായുള്ള പ്രശ്നങ്ങളാണോ? ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ജ്യോതിഷ സംബന്ധമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പ്ലസ് നമ്മുടെ വിശ്വാസം കൂടി അതനുസരിച്ച് കൊണ്ടുപോയാൽ, ഒരു നേർച്ച എന്നുള്ളതല്ല, വിശ്വാസം അതനുസരിച്ച് താമ്പാതി എന്നുള്ള രീതിയിൽ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫലം പൂർണ്ണമാവും. എന്നും പറഞ്ഞ് നടക്കാത്ത കാര്യം, നേരത്തെ പറഞ്ഞില്ലേ, അപ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചിട്ടേ കാര്യമില്ല, മണ്ടത്തര. അപ്പോൾ ചില കാര്യങ്ങളിൽ ജ്യോതിഷത്തിന് അല്ലെങ്കിൽ മനുഷ്യൻ വിചാരിച്ചാൽ പറ്റാത്ത കാര്യമാണ്. വിട്ടുപോയ കാര്യം തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനിതാ ഒരു വാക്ക് പറഞ്ഞു, അതിന് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പക്ഷെ പറയാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം, നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിയിട്ട്. അപ്പം അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ചില ഗുണപാഠങ്ങൾ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ജ്യോതിഷത്തിൻ്റെ ഹെൽപ്പ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അതായത് ഈ ജ്യോതിഷത്തിനും പരിധി ഉണ്ടെന്നാണോ സാർ പറയുന്നത്? ജ്യോതിഷത്തിന് പരിധി നിശ്ചയിക്കുന്നതാരാ? നമ്മളാണ്, അല്ലേ? ഇപ്പം ജ്യോതിഷത്തിന് ഇപ്പോൾ ഞാൻ ലോട്ടറി എടുത്തു, ഭാഗ്യദേവതയാണല്ലോ, അല്ലേ? അപ്പം ഭാഗ്യദേവതയ്ക്ക് അതിൻ്റെ അനുഗ്രഹം ശരിയായിട്ടുള്ള സമയത്ത് എടുത്തിട്ടുള്ള ലോട്ടറി ആണെങ്കിൽ കോടിപതിയാകും, അടിക്കും തീർച്ചയായിട്ടും. അപ്പം എടുത്ത സമയം മോശമാണെങ്കിലോ ലോട്ടറി അടിക്കും, ചിലപ്പോൾ 100 രൂപ 1000 രൂപ ആയിരിക്കും. അത് ലോട്ടറി അടിച്ചു എന്നല്ലേ പറയാൻ നോക്കുള്ളൂ. ശരിയാണ്. അപ്പോൾ ബമ്പർ അടിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഭാഗ്യം വേണം, ചെറുതാണെങ്കിൽ ചെറുതൊരു ഭാഗ്യം. അതാത് സമയത്തിൻ്റേതനുസരിച്ചിട്ട്, ആവശ്യത്തിൻ്റെ അനുസരിച്ച് ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ ഭഗവാൻ, അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസത്തിനനുസരിച്ച് അതിൻ്റെ ഫലേച്ഛ ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയം വേണ്ട.
അതുപോലെ കേരളത്തിൽ ഇന്ന് ഒട്ടുമിക്ക ആളുകളും ജ്യോതിഷത്തിൽ അമിതമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് സാറിന് പറയാൻ കഴിയുമോ? ഹോപ്പാണ്. ജ്യോതിഷം എന്ന് പറഞ്ഞൊരു ഹോപ്പാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ പ്രതീക്ഷയാണ്. ജനങ്ങൾക്ക് വളരെ പോസിറ്റീവായുള്ള പ്രതീക്ഷ കൂടി വരുന്നു. അതല്ലേ എമർജിങ് കേരള വരെ നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലേ? എന്തെല്ലാം മാറ്റങ്ങൾ! തീർച്ചയായിട്ടും. വിഴിഞ്ഞം, വല്ലാർപാടം, ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ. ഇവിടെ എല്ലാം ഒരു പ്രതീക്ഷയുണ്ട്. ആർക്കൊക്കെയോ പ്രതീക്ഷയുണ്ട്. അത് മന്ത്രിമാർക്കാണോ സാധാരണ ജനങ്ങൾക്കാണോ IT മേഖലയിൽ നിൽക്കുന്നവർക്കാണോ വിദേശികൾക്കാണോ സ്വദേശികൾക്കാണോ എന്നുള്ളത്. പക്ഷേ പ്രതീക്ഷ കുറച്ച് പേരിൽ ഉണ്ടായത് കൊണ്ടാണ് ഇത് ഒന്നിച്ച് വരുന്നതും നടപ്പിലാകുന്നതും. ഒരു വിശ്വാസം. അപ്പോൾ അതും ജ്യോതിഷമായിട്ട് എന്താ ബന്ധമെന്നുള്ള ഉണ്ട്, ബന്ധമുണ്ട്. കാലഗണന എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ല, ഒരു ഭൂപ്രകൃതിക്കും അതിൻ്റെതായിട്ടുള്ള സമയം നന്നാവാൻ വേണ്ടിയുണ്ട്. അത് കണ്ടെത്താൻ പറ്റും. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നന്നാവാനുള്ളൊരു സമയമാണ്. ചിലപ്പോൾ നാളെ നല്ലൊരു ഗുജറാത്തായി മാറുന്ന സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്ന കേരളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അത് പോസിറ്റീവായിട്ടും. പക്ഷെ അതിൽ നെഗറ്റീവ് ഇല്ലേ? ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള ചില പെയിൻ ഇല്ലേ? ഉണ്ട്. യാത്രയ്ക്ക് സൗകര്യം ഉണ്ടാകണം, താമസം മാറുന്നവർക്ക്, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് പെയിനുകളും കൂടെ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ പൂർണ്ണമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഹോപ്പ് എന്ന് പറയുന്ന സംഗതി ഭൂരിഭാഗം ജനങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനും നാളേക്ക് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. ഇവിടെയാണ് ജ്യോതിഷത്തിൻ്റെ പ്രസക്തി. എല്ലാ കാര്യത്തിനും ജ്യോതിഷമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ IT മേഖലയിൽ നിൽക്കുന്ന ഒരു നല്ല പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അയാളുടെ ജോലിയെ സംബന്ധിച്ചോളം അയാൾക്കൊരു ഹോപ്പുണ്ട്, ഒന്നല്ലെങ്കിൽ വേറൊന്ന്. പക്ഷേ ഇപ്പോൾ IT മേഖല ഒരു ഉറച്ച മേഖലയാണെന്ന് ഇപ്പം പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? കാരണം തകർച്ച നേരിടുന്നുണ്ട്. അപ്പം എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്രാഫ്, ഉയർച്ചയും താഴ്ചയും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇവിടെ എല്ലാം ദൈവാധീനത്താൽ ജ്യോതിഷത്തിലും കൂടെ വിശ്വസിച്ച് കാര്യങ്ങൾ അവരവരുടെ കർമ്മപദ്ധതിയും മത ആചാര സമർപ്പണത്തോടും കൂടി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എവിടെയും തളർച്ച എന്നുള്ളത് ഉണ്ടാവില്ല, തകർച്ചയെന്നുണ്ടാവില്ല, ഉയർച്ച ഉണ്ടാവുള്ളൂ. തോൽവി എന്നുള്ളതില്ല. നഷ്ടപ്പെടൽ മാത്രമേ ഉള്ളൂ. പക്ഷെ തിരിച്ചു പിടിക്കാൻ പറ്റും പ്രതീക്ഷ ഉണ്ടെങ്കിൽ. ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ചത് പ്രമുഖ ജ്യോതിഷ പണ്ഡിതനായ ശ്രീ പാൽക്കുളങ്ങര S. ഗണപതി പോറ്റിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. അമ്മിഞ്ഞ പാലൂട്ടിയൊരമ്മയും ആദ്യാക്ഷരം അന്നോതി അച്ഛനും ഒന്നായി വാണൊരു പുണ്യമി വീട്, ഒന്നായി തീർന്നൊരു നന്മ വീട്.